പ്രീതു പ്രീതു നന്ദിത റിലാക്സ്. പ്രീതു നിന്റെ അടുത്ത് തന്നെയുണ്ട്. നമ്മുടെ മക്കൾ നമ്മളെ അറിയില്ല എന്ന് പറഞ്ഞാൽ വേറെന്ത് നോക്കാനാ? ആ പൊയ്ക്കോ. നിൽക്കൂ. നിങ്ങൾ ഒരിടത്തേക്ക് പോകണ്ട. ഞാൻ ഒരുപാട് പേര് പറ്റിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ വിശ്വാസം അച്ഛനും അമ്മയും മക്കളെ പറ്റിക്കില്ലെന്നാണ്. നാളെ ഇവരുടെ DNA ടെസ്റ്റ് നടത്താം. അപ്പോൾ സത്യം എല്ലാവരുടെ മുന്നിലും തെളിയും. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. DNA ടെസ്റ്റ് നടത്തിയാൽ അറിയാൻ കഴിയും ആരാണ് സത്യം പറയുന്നതെന്നും ആരാണ് കള്ളം പറയുന്നതെന്നും. നാളെ ഇവരുടെ DNA ടെസ്റ്റ് നടക്കും. അപ്പോൾ എല്ലാ സത്യവും എല്ലാവരുടെ മുന്നിൽ വരും. അതിന് താനാരാ? പറയണോ ഞാൻ ആരാണെന്ന്? എന്റെ പേര് വിക്രം. ഞാൻ നിങ്ങളുടെ അയൽവാസിയാണ്. ഹരിചന്ദ്രൻ ഈ സിറ്റിയിലെ റിട്ടയർഡ് DCP ആണ്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. നാളെ രാവിലെ തന്നെ നമുക്ക് ഇവരുടെ DNA ടെസ്റ്റ് നടത്താം. അതിനെന്താ? ഇൻഫാക്ട് ഞാനത് പറയാൻ വരികയായിരുന്നു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ ബാർബി. ഇത്തവണ നിന്റെ അച്ഛൻ പറയുന്ന കാര്യം തെറ്റാണെന്ന് തെളിഞ്ഞാൽ അപ്പൊ ഞാനും ഒരു തീരുമാനം എടുക്കും. എനിക്ക് കല്യാണം കഴിക്കണോ അതോ വേണ്ടയോ എന്ന്. കാരണം ഞങ്ങൾക്ക് ഒരല്പം സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. അങ്ങനെ ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാനിനി ജീവനോടിരിക്കില്ല. ഈ വിക്രം നിന്റെ ബോസിന്റെ ആളല്ലേ? പിന്നെ അയാൾ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന എന്തിനാ? ഈ വിക്രം വളരെ വലിയ ഗെയിം കളിക്കുകയാണ് ചേച്ചി. കണ്ടിട്ട് തോന്നുന്നത് അയാൾക്ക് ഈ വീടുമായി ആ ഭ്രാന്തി നന്ദിതയുമായിട്ടേ എന്തോ പഴയൊരു ബന്ധമുണ്ടെന്ന്. എന്തു വന്നാലും ഈ DNA ടെസ്റ്റ് നാളെ നടക്കാൻ പാടില്ല. എന്റെ ബുദ്ധി ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല. എല്ലാം എത്ര നന്നായി നടന്നു വന്നതാ. എന്നിട്ടിപ്പോ ഈ കിഴവനും എവിടുന്നാ ഇപ്പൊ പൊട്ടി വീണത്? എങ്ങനെ തടയും ഈ DNA ടെസ്റ്റ്? നിങ്ങൾ കിടന്നോളൂ. മോനെ, നീ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാനായിട്ട്. അതും യാതൊരു ബന്ധമില്ലാതെ. പിന്നെയുള്ളത് ഞങ്ങളുടെ സ്വന്തം മക്കള്. അവരെ ഞങ്ങളെ തിരിച്ചറിയാൻ പോലും വിസമ്മതിക്കുന്നു. മോനെ, നീ ഞങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? DNA ടെസ്റ്റ് വേണമെന്ന് എന്തിനാ പറഞ്ഞത്? കാരണം എനിക്ക് നിങ്ങളുടെ കണ്ണുകളിൽ സത്യം കാണാൻ പറ്റി. ഇപ്പൊ നിങ്ങൾ ഉറങ്ങിക്കോളൂ. നാളെ വലിയൊരു ദിവസമായിരിക്കും നിങ്ങൾക്ക്. സത്യം തന്നെ വിജയിക്കും. മാതാപിതാക്കളെ ബഹുമാനിക്കണം. അതാണ് എന്നെ പഠിപ്പിച്ചത്.
നന്ദിത, ഇല്ല, ഞങ്ങൾ വീട്ടിൽ തന്നെ DNA ടെസ്റ്റ് ചെയ്തോളാം. നിങ്ങൾ വീട്ടിലേക്ക് വന്നാൽ മതി. അതെ, താങ്ക് യു. ബൈക്ക് നിൽക്ക്. ഓ തീർന്നു. ഇതെന്ത് കോലം നിന്റേത്? എത്ര ദിവസമായി നീ കുളിച്ചിട്ട്? വാ, തണുത്ത വെള്ളത്തിൽ കുളിക്കാം. വേണ്ട വേണ്ട, ഞാൻ കുളിക്കാറില്ല. അതെങ്ങനെ കുളിക്കാതിരിക്കും? നിന്റെ അച്ഛൻ ഞാൻ എന്താ ഇട്ടിരിക്കുന്നത്? പിന്നെ ഈ പാവ? അതെന്റെ പാവയാ. മിഷ്ടി എന്റെയാ. എന്റെ മിഷ്ടിയെ തിരിച്ചതാ. അമ്മേ, പപ്പയ്ക്ക് എന്താ പറ്റിയെന്ന് തോന്നുന്നു. എന്റെ മിഷ്ടിയെ താ. എന്റെ മിഷ്ടിയെ താ. എന്റെ മിഷ്ടി. എന്റെ മിഷ്ടി പിടിച്ചു വാങ്ങിച്ചോണ്ട് പോയി. മിഷ്ടി. എന്റെ മിഷ്ടി. അമ്മ. മിഷ്ടി. എന്റെ മിഷ്ടി. എന്റെ മിഷ്ടി എടുത്തോണ്ട് പോയി. ഇതെന്താ പറ്റിയത് നിങ്ങൾക്ക്? ഇനി ആ ഭ്രാന്തി നിങ്ങൾ എന്തെങ്കിലും മന്ത്രം പ്രയോഗിച്ചോ? എന്റെ മിഷ്ടി എവിടെയാ? ഞാൻ പ്രീതുവാണ്. ഏയ് കണ്ണാടി അങ്കിൾ. ഭാനുമതി. പ്രീതു എന്ന് വിളിക്കൂ. ഭാനുമതി. ഭാനുമതി. അങ്കിൾ 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 ഇങ്ങനെയാണ് നടക്കുന്നത്, കണ്ടോ? ഭാനുമതി, എന്ത് തമാശ ഇത്? നീ എന്താ ഈ കാണിക്കുന്നത്? നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. മിസ്റ്റി എവിടെയാ അങ്കിൾ? ഭാനുമതി, നീ എന്താ ഈ കാണിക്കുന്നത്? ഭാനുമതി മിസ്റ്റി എവിടെയാ അങ്കിൾ? മിസ്റ്റി നിങ്ങളുടെ കണ്ണട എന്റെ കയ്യിൽ എങ്ങനെയാ വന്നത്? എന്നാ പിന്നെ അതിഞ്ഞ് തന്നൂടെ? ഇവിടെയുണ്ട്, ഇതാ വെച്ചോളൂ. ആ. പിന്നെ ഞാനിതെങ്ങനെ? ഈ മൈക്ക് ഇത് എവിടെ പോയി? നോക്ക്, അവനെ കുളിപ്പിക്കാനുള്ളതാ. 2 ദിവസമായി കാണും കുളിച്ചിട്ട്. നീ അവനെ നന്നായി ഒന്ന് കുളിപ്പിക്കേ. എനിക്ക് എല്ലാവർക്കും ആരതി ഒഴിയാനുണ്ട്. അതെ കൃഷ്ണ, പിന്നെ നീ പ്രതിമയ്ക്കുള്ളിൽ കയറിയോ? ഒന്നാമത് എനിക്ക് നിന്നെ ശരിക്കും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞാനുണ്ടല്ലോ മൈക്കിന്റെ ബോഡിയിലാണ് കയറിയിരിക്കുന്നത്. പിന്നെ നീയാണെങ്കിൽ പ്രതിമയ്ക്കുള്ളിലും. ഇനിയും നീ പുറത്തേക്ക് വരില്ലേ? എങ്കിൽ ഞാൻ നിന്നോട് ഉറപ്പായിട്ടും കട്ടീസാവും. മോളെ, അമ്മ. മോളെ, നീ ആരോടാ ഇത്രയും നേരം സംസാരിച്ചോണ്ടിരുന്നേ? ആരോടുമില്ല. എനിക്ക് എന്താ പറ്റി? എന്റെ തല നല്ല വേദനിക്കുന്നു. എനിക്ക് വെള്ളം തന്നത് ആരായിരുന്നു? അയാൾ ആരാ? എനിക്കറിയില്ല അമ്മ. അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അമ്മ കിടന്ന് ഉറങ്ങിക്കോ. എനിക്ക് ഒളിച്ചിരിക്കേണ്ടി വന്നു പ്രീതു. നീ തിരിച്ചു വരാൻ വേണ്ടി മാത്രം. നിന്നിലാണ് ബാർബിയുടെ ഭാവി ഉള്ളത്. ടെൻഷൻ ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അമ്മയുടെ സന്തോഷത്തിനായി നീ ഉടൻ തന്നെ പുറത്ത് വന്നേ മതിയാവൂ. നീ വരും പ്രീതു. നീ എത്രയും പെട്ടെന്ന് പുറത്തു വരും. DNA ടെസ്റ്റ് ചെയ്താലുണ്ടല്ലോ, ഞങ്ങളുടെ മറ്റൊരു മുഖം കാണും.
ഇത്രയും കാലം ഭിക്ഷക്കാരെ പോലെ ഞങ്ങളെ ജീവിപ്പിച്ചത്. ഇപ്പൊ ഞങ്ങൾ 4 കാശുണ്ടാക്കി സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുമ്പോ ഇവിടെ നിങ്ങൾ രണ്ടുപേരും എത്തിയോ? പറയുന്നത് കേൾക്ക്. നിങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്ത് ഇവിടുന്ന് പൊയ്ക്കോളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോലും അറിയില്ല ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്. ചീച്ചി ചീച്ചി ചീ നീ വൃത്തിയിട്ടോളാ. നീ ചീത്തയാ, ചീത്ത. എന്താ? സ്വന്തം അച്ഛനോടോ അമ്മയോടോ ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കാറുണ്ടോ? അവരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുവോ? ചെല്ലു, സോറി പറയും അവരോട്. സോറി പറയും. എന്നിട്ട് ഏത്തോട് ദാ ഇങ്ങനെ. ഓ, ചെല്ലു, നീയോ ഏത്തോടാനാ പറഞ്ഞത്? സോറി അമ്മേ, ഞാൻ അമ്മയെ വഴക്ക് പറഞ്ഞു. അച്ഛനും അമ്മയും ഈശ്വരന് തുല്യരാണ്. അവരെ വഴക്ക് പറഞ്ഞാൽ പാപം കിട്ടും, പാപം. ഇവന് പെട്ടെന്ന് എന്താ പറ്റിയത്? ഇപ്പൊ ഇതെന്താ സൂത്രമായി ഇവൻ ഒപ്പിക്കുന്നേ? ഐ മിസ് യു അമ്മേ. ഐ ലവ് യു അമ്മേ. അമ്മ എന്നെ വിട്ട് ദൂരെ പോകുമ്പോഴുണ്ടല്ലോ എനിക്ക് വല്ലാതെ കരച്ചിൽ വരും. നിനക്കിതെന്താ പറ്റിയ ബോബി? മിണ്ടരുത്, നീ ഒന്നും മിണ്ടരുത്. നീ ചീത്ത ആന്റിയാണ്, ചീത്ത. നിനക്ക് പൈസ മാത്രമാണ് വേണ്ടത്, വേറെ ഒന്നും വേണ്ട. അമ്മ ലോകത്ത് ഒന്നേ ഉള്ളൂ. അമ്മയെ നന്നായി നോക്കണം. അറിയാമോ, ഞാൻ അമ്മയിൽ നിന്ന് എത്ര വർഷം അകന്നിരുന്നു എന്ന്? അമ്മയില്ലെങ്കിലുണ്ടല്ലോ ഒന്നും നന്നായി തോന്നില്ല. അമ്മ അടുത്തുണ്ടെങ്കിൽ എല്ലാം നല്ലതാ. നീ ഇതെന്താ നാടകം കളിക്കുന്നേ? നമ്മുടെ കയ്യിൽ സമയമില്ല വരാൻ. ഇല്ല, ഇനി ഞാൻ മിണ്ടാതിരിക്കില്ല. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ ഇവിടെ ഇരിക്കും. നീ ഭയങ്കര കളിയാ. നീ ഇവിടെ ഇരുന്നാ മതി. ബോബി വിട്. ഇവിടെ ഇരിക്കും. ബോബി നിനക്ക് വട്ട പിടിച്ചോ? മിണ്ടരുത്. നീ എന്തായി കാണിക്കുന്നത്? ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? വിടാൻ. മിണ്ടരുത്. നീ ചീത്തയാ. നീ വളരെ മോശക്കാരിയാ. ബാർബി, DCP അങ്കിൾ, ഭാനുമതി ആന്റി, എല്ലാവരും താഴേക്ക് വരൂ. എനിക്ക് വളരെ അത്യാവശ്യമായ ഒരു കാര്യം പറയാനുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോന്ന്? ആ DNA ചെക്കപ്പിന്റെ ടീം വന്നിട്ടുണ്ട്. അതെ, അല്പസമയത്തിനുള്ള എല്ലാ സത്യവും അങ്ങയുടെ മുമ്പിൽ എത്തും DCP സർ. ഇന്ന് എല്ലാ സത്യവും പുറത്തു വരാൻ പോവാ. ഇനി നിങ്ങളുടെ കള്ളത്തരം എല്ലാം പൊളിയാൻ പോവാ. വിക്രമങ്ങൾ നമ്മുടെ ഹീറോയാ, ഹീറോ. എല്ലാ കാര്യവും ശരിയാവാൻ പോവാ. ഡോക്ടർ സർ, DNA ടെസ്റ്റിന്റെ കാര്യങ്ങൾ നോക്കിക്കോളൂ. ശരി, ഞങ്ങൾ നിങ്ങൾക്ക് എത്രയും വേഗം റിപ്പോർട്ട് എത്തിച്ചു തരാം. അഥവാ ഈ DNA ടെസ്റ്റിൽ ഇത് തെളിയിക്കപ്പെട്ടാൽ ഈ നിൽക്കുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയാണെന്ന് ഞങ്ങൾ ഈ കല്യാണം വേണ്ടാന്ന് വെക്കും. എൻ്റെ മകൾ എനിക്ക് ജീവനാണ്. ഇൻഫാക്ട് എൻ്റെ ലോകം തന്നെയാണ് അവള്. ഒരു ചതിയനുമായി എൻ്റെ മകളുടെ വിവാഹം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വന്തം അച്ഛനമ്മമാരോട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും എൻ്റെ മകളെ സന്തോഷത്തോടെ നോക്കാൻ കഴിയില്ല. നിനക്കറിയാമോ നീ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന്? ഇവിടെ ഒരു പോയറ്റോ റൈറ്ററോ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെക്കുറിച്ചൊരു പുസ്തകം തന്നെ എഴുതുമായിരുന്നു. നിങ്ങൾക്കറിയില്ല ബാർബി എനിക്ക് ആരാണെന്ന്. ഇത്തവണ നിന്റെ അച്ഛനെടുക്കുന്ന തീരുമാനം തെറ്റാണെന്ന് തെളിഞ്ഞാൽ ഞാനും ഒരു തീരുമാനത്തിലെത്തും. നിന്നെ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്ന്. എന്ത് നല്ല പയ്യനെയാ കിട്ടിയത് എനിക്ക്. പക്ഷെ ബാക്കി എല്ലാരും അവന്റെ തെറ്റ് കണ്ടുപിടിക്കാനല്ലേ നടക്കുന്നത്. എന്റെ ദൈവമേ, പ്ലീസ്
പ്ലീസ് എൻ്റെ കല്യാണത്തിന് ഈ ഒരു തടസ്സവും ഉണ്ടാകാതെ നോക്കണേ. ഞാൻ അങ്ങയോട് കൈകൂപ്പി യാചിക്കുകയാണ്. പ്ലീസ്.